കർത്താവേ, അരുളിച്ചെയ്താലും അങ്ങയുടെ മൗനത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ വേദനയുടെ അഗാധത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. എന്നാൽ ഞാനിപ്പോഴും കർത്താവേ, നിശബ്ദതയുടെ കനത്ത സാക്ഷിക്കുള്ളിലാണ്. ആത്മസംഘർഷങ്ങളാൽ എൻ്റെ ഹൃദയം ഉരുകി തിളയ്ക്കുമ്പോൾ അങ്ങയുടെ നിശബ്ദതയുടെ അർത്ഥമെന്താണ്? എൻ്റെ കുഞ്ഞെ, നിൻ്റെ ആത്മാവിൻ്റെ വിങ്ങലും തേങ്ങലും ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ നിശബ്ദത ഒരിക്കലും എൻ്റെ അസാന്നിധ്യമോ നിസ്സംഗതയോ അല്ല കുഞ്ഞെ. എൻ്റെ മക്കളുടെ വിശ്വാസം ശക്തിപ്പെടുന്നത് പ്രാർത്ഥനയ്ക്കുള്ള എൻ്റെ മറുപടികളിലൂടെ മാത്രമല്ല, നിശബ്ദതയുടെ അനുഗ്രഹീത നിമിഷങ്ങളിൽ കൂടിയുമാണ്. എൻ്റെ മറുപടിയേക്കാൾ എൻ്റെ മൗനമാണ് നിൻ്റെ ജീവിതത്തിൽ വിശ്വാസഫലം കായ്ക്കുന്നത്. പക്ഷേ കർത്താവേ, അവിടുത്തെ നിശബ്ദതയിൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നിപ്പോകുന്നു. ശൂന്യമായ ആകാശത്തേക്ക് നോക്കി ഞാൻ നിലവിളിക്കുമ്പോൾ ആരും കേൾക്കുവാനില്ലെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കർത്താവിനെ മറന്നോ എന്ന ചിന്ത വല്ലാതെ എന്നെ ശല്യപ്പെടുത്തുന്നു. എൻ്റെ മക്കളെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് നീ വായിച്ചിട്ടില്ലേ? നിൻ്റെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി വൈകുമ്പോഴും കുഞ്ഞെ, നീ എൻ്റെ കരങ്ങളിലാണ്. നീ അനുഭവിക്കുന്ന വേദനയുടെ മനോഭാരം ഞാൻ വഹിച്ചിരിക്കുകയാണ്. എൻ്റെ നിശബ്ദത ഒരിക്കലും ശിക്ഷയല്ല, സംരക്ഷണമാണ്. പ്രതിസന്ധിയുടെ ഓളങ്ങൾ മുറിച്ച് നീ മുന്നേറുമ്പോൾ ഞാനിപ്പോഴും നിൻ്റെ ഹൃദയ പടകിലുണ്ടാകും. അതുകൊണ്ടാണ് കൊടുങ്കാറ്റിലും തിരമാലകളിലും നിൻ്റെ വിശ്വാസ നൗക മുങ്ങിപ്പോകാതിരിക്കുന്നത്. ദുരന്ത നിഴൽ താഴ്വരയിൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജഡീക കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ഈ വിസ്മയ സത്യം ആത്മീയ കണ്ണുകൾ കൊണ്ട് ദർശിക്കുവാനുള്ള കൃപ ഞാൻ നിനക്ക് തരും. ഉൾക്കണ്ണുകളുടെ കാഴ്ചയ്ക്ക് മാത്രമേ പ്രത്യാശയും ധൈര്യവുമൊക്കെ നൽകുവാൻ കഴിയുള്ളൂ കുഞ്ഞെ. കർത്താവേ, എൻ്റെ പ്രതിസന്ധികളിൽ അങ്ങ് എവിടെയാണ്? എന്താണ് ചെയ്യുന്നത്? അതെന്നെ കാണിച്ചു തരാമോ? വെളിപ്പെടുത്താമോ? പ്രിയ കുഞ്ഞെ, പെട്ടെന്നുള്ള പ്രശ്ന പരിഹാരമാണ് നീ അന്വേഷിക്കുന്നത്. എന്നാൽ ഞാൻ ശാശ്വത പരിഹാരമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പെട്ടെന്നുള്ള ആശ്വാസമാണ് നീ ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശാശ്വത പ്രതിരോധ ശക്തി നിന്നിൽ വളർത്തിയെടുക്കുവാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്നുള്ള മറുപടിയാണ് നീ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിന്നിൽ അചഞ്ചല വിശ്വാസം
വളർത്തിയെടുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഭൗതിക കണ്ണാൽ നിനക്കൊരിക്കലും കാണാൻ കഴിയില്ല. അങ്ങനെ കാണുന്നത് തന്നെ നിനക്ക് നിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാകും. കാണാതെ വിശ്വസിക്കുവാൻ കഴിയുമ്പോഴാണ് സ്വർഗത്തിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് നിൻ്റെ മനസ്സ് വളരുന്നത്. അപ്പം തിന്നുവാനും അത്ഭുതം കാണുവാനും എനിക്ക് ചുറ്റും കൂടിയവരെ ഞാൻ തിരുത്തിയത് നീ വായിച്ചിട്ടില്ലേ? അടയാളങ്ങളും അത്ഭുതങ്ങളും തേടി അലയുന്ന എൻ്റെ മക്കൾക്ക് വിശ്വസിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അപകടകരമായ ഒരു ചുവടുവയ്പ്പാണ്. കുഞ്ഞെ, വിശ്വാസമാണ് നിന്നെ എൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശിയാക്കുന്നത്. അതുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ വിശ്വാസത്താൽ കാണുവാൻ നീ പഠിക്കണം. അതിന് മടുത്തുപോകാത്ത കാത്തിരിപ്പും പ്രാർത്ഥനയും നിനക്ക് ആവശ്യമാണ്. കർത്താവേ, പെയ്തു തീരാത്ത പെരുമഴക്കാലം പോലെയാണ് എൻ്റെ കണ്ണുനീരും വേദനയും. അത് അങ്ങയുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നില്ലേ? കുഞ്ഞെ, ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്നു എന്ന് അറിയുന്ന ഞാൻ അവൻ്റെ കല്ലറയ്ക്കൽ നിന്ന് കരഞ്ഞത് നീ വായിച്ചിട്ടില്ലേ? അതൊരിക്കലും ഭയം കൊണ്ടായിരുന്നില്ല. ചുറ്റുമുള്ളവരുടെ ദുഃഖത്തിൽ ഞാൻ സങ്കടപ്പെട്ടു പോയത് കൊണ്ടാണ്. എൻ്റെ മക്കളുടെ ദുഃഖം അവഗണിക്കുന്നത് കൊണ്ടല്ല എൻ്റെ മൗനം. നിങ്ങളുടെ ദുഃഖത്തിന് പരിഹാരം കാണുവാനുള്ള ഒരുക്കങ്ങളിലാണ് ഞാൻ. ഓടുമ്പോൾ നിലത്ത് വീണ് കരയുന്ന കുഞ്ഞിൻ്റെ മുറിവ് കഴുകുവാനും മരുന്ന് വയ്ക്കുവാനുമുള്ള തിരക്കിലായിരിക്കുമല്ലോ അമ്മ. കർത്താവേ, ഈ കാത്തിരിപ്പിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞെ, എന്നിൽ വിശ്രമിക്കുകയും ആശ്രയിക്കുകയും ചെയ്യണം. എൻ്റെ സാന്നിധ്യത്തിൽ പ്രത്യാശയോടെ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്കായി നീ പ്രാർത്ഥിക്കണം. നിൻ്റെ ശബ്ദം ഗദ്ഗദങ്ങളാൽ പതറുമ്പോഴും സ്തുതികളുടെ ഈരടി നീ മൂളണം. എൻ്റെ സാന്ത്വന വചനം വായിക്കണം. അതൊക്കെ നിന്നെ പ്രത്യാശയുടെ തീരത്ത് ഉറപ്പിച്ചു നിർത്തും. എൻ്റെ നിശബ്ദതയിൽ മക്കളുടെ കരച്ചിൽ സ്വർഗത്തിൽ പ്രതിധ്വനിക്കും. നിസ്സഹായതയിൽ നീ തളർന്നു വീഴുമ്പോൾ ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി നിന്നെ വഹിക്കും. ആമേൻ. കർത്താവേ, കാണാതെ വിശ്വസിക്കുവാനും നിന്നിൽ ആശ്രയിക്കുവാനും മടുത്തുപോകാതെ പ്രാർത്ഥിച്ച് കാത്തിരിക്കാനുമുള്ള കൃപ എനിക്ക് തരണമേ. ആത്മീയ യാത്രയിലെ ഏറ്റവും ആഴമേറിയ പരീക്ഷണങ്ങളിലൊന്നാണ് ദൈവത്തിൻ്റെ നിശബ്ദത. പക്ഷേ അത് ശൂന്യതയല്ല. മണ്ണിനടിയിൽ നിശബ്ദമായി ഉറങ്ങുന്ന വിത്തുകളിൽ നിന്നും
മുളകൾ പുറപ്പെടുന്നത് പോലെ ദൈവത്തിൻ്റെ ദീർഘമൗനങ്ങളിൽ നിന്നും പ്രാർത്ഥനയുടെ മറുപടിയും സ്വാന്തനങ്ങളുടെ കരങ്ങളും നമ്മളിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മുടെ വിശ്വാസം ശക്തമായി വളർന്നുകൊണ്ടിരിക്കും. നിശബ്ദതയിൽ ദൈവം നിഷ്ക്രിയനല്ല. അവൻ നമ്മെ ഒരുക്കുകയും സംരക്ഷിക്കുകയും അവനുമായുള്ള ആഴമേറിയ ബന്ധത്തിലേക്കും അടുപ്പത്തിലേക്കും നമ്മെ ആകർഷിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ മറുപടിയേക്കാൾ തിരുസാന്നിധ്യം തിരിച്ചറിയാനും വിലമതിപ്പിക്കാനും നമ്മെ പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതുമാണ് ദൈവത്തിൻ്റെ മൗനം. ലോകത്തിൻ്റെ ആരവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവത്തിൻ്റെ മൗനത്തിൽ നമ്മൾ നിശബ്ദരായിരിക്കുമ്പോൾ ആത്മശരീര മനസ്സുകൾ സ്വസ്ഥമാകും. ഡിവൈൻ ഹോളിസ്റ്റിക് ഹീലിംഗ് നമ്മിലേക്ക് ഇറങ്ങി വരും. അവൻ സംസാരിക്കുമ്പോൾ സുഷുപ്തിയിലായിരിക്കുന്ന നമ്മളിലെ ജീവൻ സമർത്ഥമായി ഉയർത്തെഴുന്നേൽക്കും. യെശയ്യാ 30:15. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. വിലാപങ്ങൾ 3. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നതാണ് ഉത്തമം. ഈ അനുഗ്രഹീത വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മറുപടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ സമർപ്പണവും ജാഗ്രതയും നമുക്ക് ലഭിക്കട്ടെ. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.